ജയിൽവാർഡിന്റെ വീട്ടിൽ വെച്ച് ഈ കുട്ടി ബലാത്സംഗത്തിന് വിധേയായി എന്നാണ് മെഡിക്കൽ കോളേജിൽ വെച്ച് ഈ കുട്ടി സീരിയസ് ആയി മരണപ്പെട്ടു. ഈ സംഭവം നടക്കുന്ന സമയത്തും ബലാത്സംഗത്തിന് വിധേയമാകുന്ന സമയത്തും കുട്ടിക്ക് 16 വയസ്സിൽ താഴെയായിരുന്നു പ്രായമെന്നും ഈ പോലീസ് ഓഫീസർക്ക് ബോധ്യപ്പെട്ടു. കണ്ണൂർ വിഷൻ ചാർജ് ഷീറ്റിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ചാർജ് ഷീറ്റ് ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത് 1/4 നൂറ്റാണ്ട് മുമ്പ് നടന്ന ഒരു ദുരന്തമാണ്. ദുരന്തം എന്ന് പറഞ്ഞാൽ ഒരു 16 വയസ്സുകാരി ഗർഭിണിയാകുന്നു. ഗർഭചിത്രത്തെ തുടർന്ന് ആ പെൺകുട്ടി മരിക്കുന്നു. ആ കേസിൽ കേരളത്തിൽ ആദ്യമായി ഒരു വനിതാ ഡോക്ടറെ കോടതി ശിക്ഷിക്കുന്നു. ദീർഘകാലം നീണ്ടുനിന്ന വിവാദങ്ങൾ കൊടുമ്പിരിക്കൊണ്ട ഒരു കേസാണ്. ഏതാണ്ട് 9 ഡിവൈഎസ്പിമാർ ആ കേസ് അന്വേഷിച്ചു. ആദ്യം അന്വേഷിച്ച ഓഫീസർമാർ പറഞ്ഞു ഈ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായി, സമ്മതത്തോടു കൂടിയാണ് ലൈംഗികബന്ധം നടന്നത്, അതുകൊണ്ട് ആ കുറ്റകൃത്യം നിലനിൽക്കല്ല എന്ന്. ഒടുവിൽ അന്വേഷണത്തിന്റെ ഏതോ ഘട്ടത്തിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയാണ് പീഡനത്തിന് ഇരയായതെന്നും ഗർഭിണിയായതെന്നും ഗർഭചിത്രത്തെ തുടർന്ന് മരണപ്പെട്ടതെന്നും ആ കേസിന്റെ നാൾവഴികളിലൂടെ നമ്മളൊന്ന് സഞ്ചരിക്കുകയാണ്. നമ്മോടൊപ്പം ചേരുന്നത് മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ PV ജോസ് ആണ്. പ്രേക്ഷകർക്കും PV ജോസിനും ചാർജ്ഷീറ്റിലേക്ക് സ്വാഗതം. നമ്മൾ ചില കഥകൾ കേൾക്കുമ്പോൾ നമുക്ക് സങ്കടം വരും. ഒരു ഗതിയുമില്ലാത്തൊരു പെൺകുട്ടി ഒരു വീട്ടിൽ വേലക്ക് പോയിട്ടാണ് ഈ ദുരന്തത്തിലേക്ക് നടന്ന് കയറേണ്ടി വരുന്നത്, അല്ലെങ്കിൽ പിടിച്ച് വലിച്ച് കൊണ്ടുപോകുന്നത്. എന്താണ് താങ്കൾ ആ കേസിനെ കുറിച്ചുള്ള ആ ഫയല് താങ്കളുടെ മുന്നിൽ എത്തുമ്പോഴുള്ള ആ ദിവസം മുതൽ നമുക്കൊന്ന് ചിന്തിക്കാം. ഈ കേസ് ആദ്യം പോലീസ് അന്വേഷിച്ച് ഒരു കേസിൽ എന്തായിരുന്നു കേസ് ശരിക്കും? അതായത് ഒരു 16 വയസ്സിൽ തന്നെ ഉണ്ടെന്ന് സംശയമാണ്. ഒരു പാവപ്പെട്ട പെൺകുട്ടി ഈ ഒരു ജയിൽ വാർഡന്റെ വീട്ടു ജോലിക്കായിരുന്നു. അപ്പൊ ജയിൽ വാർഡന്റെ വീട്ടു ജോലിക്ക് ആ കുട്ടിയെ കൊണ്ടാക്കുന്ന ഒരു കുട്ടിയുടെ അമ്മയാണ്. പാവപ്പെട്ട വീട്ടിലൊരു പെൺകുട്ടി. ജയിൽ വാർഡന്റെ വീട്ടിൽ വെച്ച് ഈ കുട്ടി ബലാത്സംഗത്തിന് വിധേയായി എന്നാണ്. ജയിൽ വാർഡന്റെ ഭാര്യ സ്ഥലത്തില്ലാതിരുന്ന സ്ഥലം സമയത്ത് ജയിൽ വാർഡന്റെ ഈ കുട്ടിയെ വരെ മുകളിലത്തെ നിലയിലെ ഒരു പീഡിപ്പിച്ചു എന്നാണ് പ്രോസിക്യൂഷന്റെ കേസ്. ആദ്യത്തെ കേസ് അതാണ്. അപ്പൊ ആ കുട്ടി ഗർഭിണിയായ വിവരം കുട്ടിയുടെ അമ്മ പറഞ്ഞ് എങ്ങനെ അറിയുന്നത് എന്ന് പറയുന്നുണ്ട്. ശരിക്കും അറിയുന്നത് വെച്ചാൽ ഈ കുട്ടി വീട്ടിൽ ആജസ്റ്റികളൊക്കെ കുട്ടിക്ക് കൊണ്ടുവന്ന അമ്മ മനസ്സിലാക്കി. അവിടെ ആ വീട്ടിൽ നിന്നുകൊണ്ടാണ് ജോലി ചെയ്യുന്നത്. വീട്ടിൽ നിൽക്കുകയാണ്. ഇടക്ക് വീട്ടിലെത്തുമ്പോഴാണ് അമ്മ ബോധ്യപ്പെട്ടു കുട്ടി സംബന്ധമായ ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവുമല്ലോ. ഈ 15-16 വയസ്സുള്ള പെൺകുട്ടി കുട്ടിക്ക് ഇങ്ങനെ ഉണ്ടായി. ഈ കുട്ടിയെ ഡോക്ടറെ കൊണ്ടുപോകാൻ പരിശോധിക്കുക ചെയ്യുമ്പോൾ കുട്ടി ഗർഭിണിയാണെന്ന് അറിഞ്ഞ് അമ്മ വീട്ടിൽ ചെന്നു. ജയിൽ വാർഡിനെ വീട്ടിൽ അതൊരു വിവാദമായി. ജയിൽ വാർഡിന് ഭാര്യ അറിഞ്ഞു. അപ്പൊ അതങ്ങനെ ആണ് ഒരു അബോർഷൻ നടത്താൻ അവരുടെ ധാരണയില്. അബോർഷൻ നടത്താൻ കൊണ്ടുപോകുമ്പോൾ ഈ ജയിൽ വാർഡൻ പറയുന്ന ജയിൽ വാർഡിന് ഇതിൽ മനസ്സാവാച്ച ബന്ധമൊന്നുമില്ല, എനിക്ക് അറിയില്ല, മറ്റാരോ ആണ് ജയിൽ വാർഡിന്റെ വീട്ടിൽ വെച്ചിരുന്ന ഒരു സംഭവമല്ല എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ പെൺകുട്ടി ഈ മറ്റാരുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഇയാൾ തന്നെയാണ് അതിന്റെ ആളെന്ന് പെൺകുട്ടി അമ്മയോടും പറഞ്ഞു. അമ്മയോടല്ലാതെ മറ്റാരോടും പെൺകുട്ടിക്ക് അത് പറയാൻ അവസരം ഉണ്ടായില്ല. കുട്ടി കേസിന്റെ അന്വേഷണമായി വരുന്ന സമയത്ത് കുട്ടി ജീവിച്ചിരിക്കില്ല. അപ്പൊ ആ പെൺകുട്ടിയെ അമ്മയുടെയൊക്കെ അനുകൂല സമ്മതത്തോടു കൂടിയാണ് ഒരുപാട് പൈസയും കൊടുത്ത് പ്രലോഭിപ്പിച്ച് അവരെ സ്വാധീനിക്കാനൊക്കെ ഈ ജയിൽ വാർഡൻ ശ്രമിച്ചിട്ടുണ്ട്. അയാൾ ജോലിയൊക്കെ ബാധിക്കുന്ന കേസാണ്. അങ്ങനെ ഒരു സ്ഥിരമായ അബോർഷൻ നടത്തുന്ന ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആ ഹോസ്പിറ്റലിലെ ഡോക്ടറുടെ പ്രധാനപ്പെട്ട ജോലി പ്രസവവും ഗർഭചിത്രവും ഒക്കെയാണ് ആ കാലഘട്ടം.
ഗർഭചിത്രത്തിനായിട്ട് മാത്രം ഒരു ആശുപത്രി, കൂടുതലും അതാണ്. അതെ. മിക്കവാറും ഇത്തരം സംഭവങ്ങളിലും ഇത് അല്ലാത്തതുമായ ഗർഭചിത്രങ്ങളൊക്കെ ഈ ഡോക്ടറുടെ ഹോസ്പിറ്റലിൽ വെച്ചാണ് അതിനകത്തൊരു സ്പെഷ്യലൈസ് ചെയ്ത വനിതയാണ്. ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഈ കുട്ടിയെ ഗർഭചിത്രത്തിന് വിധേയമാക്കി. അപ്പോ കുട്ടിക്ക് ബ്ലീഡിങ് നിൽക്കാതെ വരുവാൻ പറ്റും. അപ്പൊ ഇത് കുട്ടിയെ കുഴപ്പമൊന്നുമില്ല, വീട്ടിൽ പോകാന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് അയച്ചു. വീട്ടിലെത്തി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കുട്ടി കൂടുതൽ അസ്വസ്ഥത തോന്നുന്നു, വയറില് വേദനയും ആയി. വീണ്ടും ഈ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർക്ക് ചികിത്സിക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജിൽ എത്തിയിരുന്നു. അപ്പോഴേക്കും എന്ന് പറഞ്ഞാൽ ഗർഭചിത്രം പ്രോപ്പറായിട്ടായിരിക്കില്ല നടന്നിട്ടുണ്ടാകുക. ഗർഭചിത്രം എന്തോ സാങ്കേതിക പിഴവാണെന്ന് പ്രാകൃതമായ രീതിയിൽ എന്തെങ്കിലും ആയിരിക്കും ചെയ്തിട്ടുണ്ടാകുക. കുട്ടിക്ക് വയറ് മുഴുവൻ പഴുപ്പായി, ഇൻഫെക്ഷനായി. കുട്ടിയെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. കോഴിക്കോട് മെഡിക്കൽ കോളേജ്. മെഡിക്കൽ കോളേജിൽ നിന്ന് പരിശോധിക്കുമ്പോഴാണ് ഈ വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത്. ഈ കുട്ടിയുടെ ഗർഭചിത്രത്തിലെ അപാകത കൊണ്ടാണ് ഈ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നതിന്റെ മനസ്സിലായി. ഇതൊരു ഗ്രാമത്തിലെ, ഒരു കൊച്ചു ഗ്രാമത്തിലാണ് ഈ ആശുപത്രി അല്ലെ? തലശ്ശേരി ഇരിട്ടി റൂട്ടിലൊരു കൊച്ചു ഗ്രാമത്തിലാണ് ഈ ആശുപത്രി. അവിടെ ഈ ഗൈനക്കോളജിസ്റ്റ് ആണ് തോന്നിയത്. അപ്പൊ ആ കാലത്ത് മെഡിക്കൽ കോളേജിൽ വെച്ച് ഈ കുട്ടി സീരിയസ് ആയി മരണപ്പെട്ടു. കുട്ടി മരണപ്പെട്ടതിന് ശേഷമാണ് ഈ പരാതിയൊക്കെ ആയിട്ട് കുട്ടിയുടെ വീട്ടുകാര് അതുവരെ ഒരു അണ്ടർസ്റ്റാൻഡിങ് പോയി. മരണപ്പെട്ടതിന് ശേഷം നാട്ടുകാരുടെ സമ്പർക്കവും ഒക്കെ കൊണ്ട് കുട്ടിയുടെ അമ്മയും ഈ പരാതിയായി പോലീസ് സ്റ്റേഷനിൽ. എന്റെ ഓർമ്മ പേരാവൂർ പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ് കുട്ടിയുടെ വീട്. സംഭവ സ്ഥലവും പേരാവൂർ പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ. പക്ഷേ കേസ് പോലീസ് ഏറ്റെടുത്ത് അന്വേഷിച്ചു. അന്വേഷണത്തെ ഒരുപാട് സ്വാധീനിക്കാൻ ഈ ജയിൽ വാർഡിന് കഴിഞ്ഞു. ഒരുപാട് സ്വാധീനമുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് അങ്ങനെ സംഭവം നടന്നിട്ടില്ലെന്നും അദ്ദേഹം പങ്കാളിയല്ലെന്നും ഉത്തരവാദിത്വമില്ലെന്നും ഒക്കെ ആയിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. അതിനുശേഷം പോലീസ് ഈ കുട്ടിയുടെ വയസ്സ് രേഖപ്പെടുത്തിയിരുന്നത് 17 വയസ്സാണ്, 18 വയസ്സാണ്. കുട്ടി പ്രായപൂർത്തിയായ കുട്ടിയാണ്. 18 വയസ്സ് രേഖപ്പെടുത്തി. പ്രായപൂർത്തിയായ കുട്ടിയാണെന്നാണ് പോലീസിന്റെ ആദ്യത്തെ കണ്ടെത്തൽ. അതായത് കുട്ടിയുടെ ഒരു സമ്മതപത്രം ഡോക്ടർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവരുടെ കേസ് ഡയറിയിൽ ഒരു ഗർഭചിത്രത്തിന് വിധേയമാകുന്ന സമ്മതമാണെന്ന് ഒരു സമ്മതപത്രം ഈ കുട്ടിയെ കൊണ്ടും അമ്മയെ കൊണ്ടും എഴുതി വെപ്പിച്ചിട്ട് അതിൽ അമ്മയുടെയും കുട്ടിയുടെ ഒപ്പും ഡോക്ടറും എഴുതി. വനിതാ ഡോക്ടർ. അപ്പം അതിൽ ഈ കുട്ടിയുടെ ഒപ്പല്ലെന്നും കുട്ടിയെ ഒപ്പിട്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ലെന്നൊക്കെയുള്ള ഒരു നിഗമനത്തിലേക്ക് പോലീസ് വരുന്നത് ഈ കേസ് സബ് കോടതിയിൽ വിചാരണയ്ക്ക് വരുമ്പോൾ, അഡീഷണൽ സബ് കോടതി വിചാരണയ്ക്ക് വരുമ്പോൾ. അതെങ്ങനെ അന്ന് സബ് കോടതിയിൽ വരുന്നത്? അത് എനിക്ക് തോന്നുന്നത് 3 വർഷത്തിന് മേൽ ശിക്ഷിക്കാവുന്ന വകുപ്പുകൾ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അഡീഷണൽ സബ് കോടതിയില് കേസ് വിചാരണയ്ക്ക് ആദ്യം വന്നപ്പോ അന്ന് പ്രോസിക്യൂട്ടർ ആ കേസിൽ ഒരു ശരിയായ അന്വേഷണം നടത്തിയിട്ടുണ്ട് ബോധ്യമായിട്ട് ഈ കേസ് ഒരു പുനരന്വേഷണത്തിന് വിധേയമാക്കണമെന്ന് വിചാരണക്ക് അന്നത്തെ കുറ്റപത്രം എന്തായിരുന്നു? ആ വിചാരണക്ക് വന്ന കുറ്റപത്രം ഈ ഗർഭചിത്രത്തിന്റെ കാര്യം പിന്നെ ബലാത്സംഗം മാത്രമേ ഉണ്ടായിരുന്നു. അപ്പൊ അത് ബലാത്സംഗം അല്ല, പ്രായപൂർത്തിയായിട്ടില്ല എന്ന പ്രായപൂർത്തിയായ കുട്ടിയാണെന്നുള്ളത് അന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും ഈ അന്വേഷണം ശരിയായ രീതിയിലല്ല നടന്നിട്ടുള്ളതെന്നും ഒരു പുനരന്വേഷണം വേണമെന്നും ഈ പ്രോസിക്യൂട്ടർ ആവശ്യപ്പെട്ട പ്രകാരമാണ് പുനരന്വേഷിക്കാൻ വേണ്ടി മടക്കി ആ കേസ്. അല്ലെ പുനരന്വേഷണത്തിന് ചെല്ലുമ്പോഴാണ് പല ഡിവൈഎസ്പിമാരും ആ കേസ് അന്വേഷിച്ചു. ഏകദേശം 9ഓളം ഡിവൈഎസ്പിമാർ ആ കേസ് അന്വേഷിച്ചു എന്നാണ്. ഓർമ്മയുണ്ടോ ആ ഉദ്യോഗസ്ഥരുടെ പേരെല്ലാം? എന്നാലും എത്ര പേരുണ്ടാവും? അത്രയധികം ഉണ്ട്. പലരും ഈ ജില്ലക്കാരുമല്ല, അവരൊക്കെ പലതും തെക്കൻ സൈഡിൽ നിന്ന് വന്ന ആളാണ്. ട്രാൻസ്ഫർ ആയിപ്പോയി. മിക്കവാറും എല്ലാവരും തന്നെ പോലീസ് സൂപ്രണ്ടുമാരായിട്ട് റിട്ടയർ ചെയ്തവര്. ആ കാലത്തെ റെയിൽവേ പോലീസ് സൂപ്രണ്ടായിരുന്ന ഒരാള് എന്നോട് ഈ കേസിന്റെ സംഭവങ്ങളും അന്വേഷണത്തിന്റെ കാര്യങ്ങളൊക്കെ കൂടുതൽ എല്ലാ പേരും ഓർമ്മയുണ്ടോ? അപ്പോ ഈ കേസന്വേഷണം നടക്കുന്നതിനിടയിൽ ഒരു ഡിവൈഎസ്പിക്ക് ബോധ്യപ്പെട്ടു ഇത് എന്തൊക്കെ കൃത്രിമം നടന്നിട്ടുണ്ട്, ഇത് പോലീസ് വേണ്ടത്തിൽ അന്വേഷണം നടത്തിയിട്ടില്ലെന്ന് അയാൾക്ക് തോന്നി. അയാൾക്ക് ഈ സംഭവമായി ഇതിന്റെ കേസ് ഡയറിയൊക്കെ വായിച്ചു നോക്കുമ്പോൾ
പരിതാപകരമായ ഒരു സാഹചര്യം. പാവപ്പെട്ട ഒരു വീട്ടിലെ പെൺകുട്ടി അത് ബലാത്സംഗത്തിന് വിധേയാകുന്നു. കൂടാതെ ഈ കുട്ടിയുടെ അമ്മയൊക്കെ വീട്ടുകാർ ഈ ഇവരെ പോലീസ് അന്വേഷണം മനസ്സിലാക്കി പണം കൊടുത്ത് സ്വാധീനിക്കാൻ ശ്രമിച്ചിരുന്നു എന്നൊരു അമ്മയുടെ അടുത്ത് നോക്കിയിട്ടുണ്ട്. അപ്പൊ അതിനൊന്നും അവർ നിന്നില്ല. പണമൊക്കെ കൊണ്ടുപോയപ്പോൾ അവരത് നിങ്ങൾ വെച്ചു, നമുക്ക് വേണ്ട എന്ന് പറഞ്ഞതാണ്. അത്രയും അഭിമാനികളാണ്. അങ്ങനെ മാന്യമായ കുടുംബം, പാവങ്ങളാണെങ്കിലും മാന്യമായി അന്ന് അവർ മരിക്കാൻ തയ്യാറായി. അതിന് പിന്നിൽ മറ്റൊരു കാര്യം ഞാൻ എനിക്കൂടെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഞാൻ സ്വയം അപ്പൊ ആ കുട്ടിയുടെ അമ്മ ഈ അന്വേഷണമായി സഹിച്ചു, അന്വേഷിക്കണമെന്ന താല്പര്യം അവർക്കുണ്ടായിരുന്നു. കുട്ടിയുടെ മരണത്തിന് കാരണമായ ആളുകൾ ശിക്ഷിക്കണമെന്ന് ആഗ്രഹം അവർക്കുണ്ടായിരുന്നു. അങ്ങനെ അന്വേഷണം നടക്കുമ്പോൾ, പുനരന്വേഷണം നടക്കുമ്പോൾ ഈ ഇതിനൊന്നും സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ്. മിക്കവാറും ആളുകളെ കുറിച്ച് ഡോക്ടർക്കെതിരായി ഒന്നും പറയാൻ ആരും തയ്യാറല്ല. അതൊരു കാലം റെക്കോർഡുകളൊക്കെ തന്നെ കൃത്രിമമായി ഇപ്പോഴും ഡോക്ടർ കാണിക്കാം. അതൊന്നും ശരിയായിരിക്കണമെന്നില്ല. ഈ കുട്ടിയുടെ ഒരു സമ്മതപത്രം, ഗർഭഛിദ്രത്തിന് വിധേയമാകുന്ന കുട്ടിക്ക് സമ്മതമാണെന്നുള്ള സമ്മതപത്രം പോലീസ് ഓഫീസർ പരിശോധിക്കുമ്പോഴാണ് അയാൾക്ക് പ്രായത്തെ കുറിച്ച് അന്വേഷിക്കാവുന്നത്. ഒരു പോലീസ് ഓഫീസർക്ക്, ഈ അന്വേഷണത്തിൽ പോലീസ് ഓഫീസർക്ക് തോന്നി ഈ കുട്ടി ഈ സമ്മതപത്രം വായിച്ചു നോക്കുമ്പോൾ ഒരു ചെറിയ സംശയം തോന്നി. ഈ കുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്നൊരു തോന്നൽ, ഒരു ഉൾവിളി, ഒരു ദൈവത്തിന്റെ കയ്യൊപ്പ്. അത് തോന്നിയതുകൊണ്ടാണ് അയാള് ഈ കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് മറ്റു കാണുമ്പോ അതുവരെയുള്ള ഓഫീസർമാർ അതുപോലും ആലോചിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ കുട്ടിയുടെ ജനന തീയതി അമ്മ പറഞ്ഞു കൊടുക്കും. ആ ജനന തീയതി ഉറപ്പുവരുത്താൻ അവർക്ക് ഒരു രേഖ വേണം. ബർത്ത് രജിസ്റ്റർ ചെയ്തിട്ടില്ല, ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ല. അപ്പൊ സ്കൂൾ റെക്കോർഡ് പരിശോധിക്കാം എന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് ഇവർ ആ ചിറ്റാരിപ്പറമ്പ് ഭാഗത്തോട്ട് താമസിച്ചിരുന്നത്. ആ കാലത്തോട്ടാണ് കുട്ടി അവിടെ സ്കൂളിൽ ചേർത്തിട്ടുണ്ട്. ചിറ്റാരിപ്പറമ്പ് സമയം അവിടുത്തെ സ്കൂളിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ പോയി. അദ്ദേഹം ആ അഡ്മിഷൻ രജിസ്റ്റർ പരിശോധിച്ചു. അഡ്മിഷൻ രജിസ്റ്റർ പരിശോധിച്ചു. അവിടെ നിന്ന് സ്കൂൾ ഹെഡ് മാസ്റ്ററോട് അതായത് അഡ്മിഷൻ രജിസ്റ്ററിന്റെ ഒരു എക്സ്ട്രാക്റ്റ് വേണം. അപ്പൊ അതില് കുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ലെന്നും ഈ സംഭവം നടക്കുന്ന സമയത്തും ബലാത്സംഗത്തിന് വിധേയമാകുന്ന സമയത്തും കുട്ടിക്ക് 16 വയസ്സിൽ താഴെയായിരുന്നു പ്രായമെന്നും ഈ പോലീസ് ഓഫീസർ ബോധ്യപ്പെട്ടു. അങ്ങനെ ബോധ്യപ്പെടുമ്പോഴാണ് പോലീസ് ഓഫീസർ ഈ മാസ്റ്ററെ അതിനകത്ത് സാക്ഷിയാക്കി ഈ ഹെഡ് മാസ്റ്റർ ഹാജരാക്കിയ അഡ്മിഷൻ രജിസ്റ്ററിന്റെ എക്സ്ട്രാക്ട് ഒരു ഡോക്യുമെന്റായി അയാൾ സൈറ്റ് ചെയ്തു. അതിനെ ബേസ് ചെയ്ത് അന്വേഷിക്കുമ്പോഴാണ് ഈ ബലാത്സംഗവും ഗർഭചിത്രവും കുട്ടിയുടെ ബലാത്സംഗം നടന്ന കുട്ടിയുടെ സംഭവത്തോടെയല്ലെന്നും അല്ലെങ്കിൽ ഗർഭചിത്രം നടന്ന സംഭവത്തോടെയല്ലെന്നും ഒടുവിൽ ആ കുട്ടി മരണത്തിന് കീഴടങ്ങിയ ദുരന്തം യഥാർത്ഥ ചിത്രം പുറത്തു വരുന്നു. അന്വേഷണത്തിലാണ് ഡോക്ടറെയും ജയിൽവാർഡിനെയും പ്രതിയാക്കി രണ്ട് പ്രതികളാക്കി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. അങ്ങനെയാണ് നിങ്ങളുടെ മുന്നിൽ ആ ഫയൽ എത്തുന്നത്. നിങ്ങൾ എന്ത് സ്റ്റെപ്പാണ് അതിനകത്ത് ആദ്യം എടുത്തത്? ഞാൻ ഫയലിൽ പഠിച്ചു. 1-2 അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ടു. ഇപ്പൊ നമ്മുടെ ലിസൺ ഓഫീസറോടെ ഉണ്ടല്ലോ, ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ബന്ധപ്പെട്ടപ്പോൾ പോലീസ് ഓഫീസർമാർ പലരും എന്നോട് പറഞ്ഞത് അവരെ ഒരു ശിക്ഷിക്കപ്പെടുന്ന സ്ത്രീയാണ്. അവര് തികച്ചും ധാർമ്മികമായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. കേസ് എങ്ങനെയും നല്ല നിലയിൽ നടത്തണമെന്നാണ് പോലീസ് ഓഫീസർമാർക്ക് അഭിപ്രായം ഉണ്ടാക്കി. രണ്ടാമത് അന്വേഷിക്കുന്ന ആളുകളെ അതിൽ 1-2 പോലീസ് ഓഫീസർമാർ പറഞ്ഞതനുസരിച്ച് ഞാൻ ആ ഫയൽ വളരെ കാര്യമായി പഠിച്ചു. അതിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യമെല്ലാം ഈ ഗർഭചിത്ര വിധേയമായി കുട്ടി എന്നതിന് തെളിവുണ്ടല്ലോ. ഡോക്ടറുടെ അഡ്മിഷൻ രജിസ്റ്റർ ഹോസ്പിറ്റൽ രേഖകളിൽ നിന്ന് അത് വ്യക്തമാണ്. പിന്നെ ഈ ഡോക്ടർ തന്നെയാണ് ഗർഭചിത്രം നടത്തിയതെന്നും വേറെ തെളിവുകളൊന്നും വേണം. ഇപ്പൊ ഗർഭചിത്രത്തിലെ പിഴവ് കൊണ്ടാണ് ഈ അതിലെ അശ്രദ്ധ കൊണ്ട്, ഡോക്ടറുടെ അശ്രദ്ധ, നെഗ്ലിജൻസ് കൊണ്ടാണ് ഈ കുട്ടി മരണപ്പെടാനിടയായെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു മെഡിക്കൽ കോളേജിൽ പറഞ്ഞു. കുട്ടി ഗർഭിണിയായില്ല. ഗർഭിണിയായ സംബന്ധിച്ച് പിന്നെ അതിന് വേറെ നേരിടും. ബലാത്സംഗം നടക്കുന്ന തെളിവുകളൊന്നും ഉണ്ടാകണമെന്നില്ല. അതിൽ പ്രധാനപ്പെട്ട കുട്ടി അമ്മയുടെ തന്നെയാണ്. അമ്മയോട് കുട്ടി പറഞ്ഞത് ഈ ജയിൽവാർഡൻ കുട്ടിയെ ബലാത്സംഗം ചെയ്തു പറഞ്ഞു. ജയിൽവാർഡനാണ് ഇതിന് ഉത്തരവാദി എന്ന് അമ്മയോട് പറഞ്ഞു. അമ്മയാണ് അതിനകത്ത് പ്രധാനപ്പെട്ട സാക്ഷി. വീടമ്മയോട് വീട്ടിൽ വന്നപ്പോൾ ഈ ഗർഭിണിയാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അമ്മ ചോദിച്ച സമയത്ത്
ഇയാളാണ് ഉത്തരവാദി ജയിൽ വാർഡനാണ്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതൊക്കെ ശരിക്കും അമ്മ മാത്രമല്ല, ഇതൊക്കെ പിന്നിലൊക്കെ ജയിൽ വാർഡനുണ്ടായിരുന്നു. അത് ജയിൽ വാർഡനൊക്കെ കൂടെ ആണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. പിന്നെ ഈ ഹോസ്പിറ്റലിൽ ഇതിനു വേണ്ടി തന്നെ ഒരു ഹോസ്പിറ്റൽ കോടതിയിൽ കേസ് വിചാരണയ്ക്ക് വരുന്നത് ഒരു മെയ് മാസം 17-ാം തീയതിയാണ്. അത് ഏകദേശം ഒരു മാസത്തോളം തുടർച്ചയായിട്ട് വിചാരണ നടത്തിയൊരു കേസാണ്. ഒരു കിണി, എന്താണ് ഞാൻ പേര് ഓർമ്മിക്കുന്നില്ല, അദ്ദേഹമായിരുന്നു അന്ന്. അദ്ദേഹത്തിന് അന്ന് ഈ സെഷൻസ് കോടതി സബ് ജഡ്ജ്, സെഷൻസ് കോടതി റാങ്ക് ആണോ സെഷൻ കോടതി സബ് ജഡ്ജ് അന്ന്? അത് ഫസ്റ്റ് ട്രാക്ക് വരുന്നതിന് മുമ്പാണ്. ഫസ്റ്റ് വരുന്നതിന് മുമ്പ്. അന്നേരം ഇവര് ആണല്ലോ, ഇവര് ഒരേ സമയം സെഷൻസും അസിസ്റ്റന്റ് സെഷൻ ജഡ്ജും രണ്ട് സബ് കോടതി. സിവിൽ കേസില് സിവിലും ക്രിമിനലും ഒരേ സമയം നോക്കും. ഒരേ സമയം നോക്കുന്ന കോടതിയാണ്. അങ്ങനെയാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണോ? ഇപ്പോഴും അങ്ങനെ. സാധാരണ സെഷൻസ് കോടതിയിലുള്ള ഈ കേസുകളുടെ പരിഗണനയ്ക്ക് ലൈഫ് മുതൽ അങ്ങോട്ട് വരുന്ന കേസുകൾ 10 വർഷം വരെ ശിക്ഷിക്കാവുന്ന കേസ് വിചാരണ ചെയ്യാം പ്രിൻസിപ്പൽ സെഷൻ കോടതി, അസിസ്റ്റന്റ് സെഷൻ കോടതി. അതന്നെ. കോടതിയിൽ വിചാരണയ്ക്ക് വന്നു. സാക്ഷി അമ്മ, ഒന്നാം സാക്ഷി അമ്മ തന്നെയാണോ? അമ്മ ഈ സംഭവങ്ങളെ കുറിച്ചൊക്കെ കുട്ടി പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പം ബലാത്സംഗം ചെയ്തത് വേറെ ആരുമല്ല, അതിന് തെളിവില്ല, അമ്മയോട് പറഞ്ഞതേ ഉള്ളൂ. അതുകൂടാതെ വീട്ടിലുള്ള ബന്ധുക്കളോടൊക്കെ അമ്മ പറഞ്ഞുള്ള അറിയുകയുള്ളൂ. മറ്റു പുറത്ത് ഈ സംഭവം അറിയാവുന്ന പലരും ഈ സംഭവമായി അമ്മയിൽ നിന്ന് മനസ്സിലാക്കി പറ്റും ഈ കേസ് കൊടുക്കണമെന്നും ബാക്കെതിരെ നടപടികളൊക്കെ സ്വീകരിക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടവരാണ്. ആക്ഷൻ കമ്മിറ്റി ഒക്കെ വന്നിരുന്നല്ലോ ആ കാലത്ത്, ഒരു ഓർമ്മയിലുണ്ട്. കുട്ടിയുടെ ഭാഗത്തായിരുന്നു, അമ്മയുടെ ഭാഗത്തായിരുന്നു നാട്ടുകാരും ഞങ്ങളൊക്കെ. വാർഡൻ ശ്രീവാർഡന് സ്വാധീനമുള്ള ഒരു കുടുംബമാണ്. സാമ്പത്തിക നല്ല സൗകര്യമുള്ള ആളുകളാണ്. അവർക്ക് ആ കേസ് എങ്ങനെയെങ്കിലുമൊക്കെ ഒതുക്കി തീർക്കാൻ സാമ്പത്തികമായി പ്രലോഭനം ഉണ്ടായിരുന്നു. പ്രോസിക്യൂട്ടർ എന്നുള്ള നിലക്ക് നിങ്ങൾക്ക് പ്രലോഭനങ്ങളൊന്നും അടുത്തിട്ടില്ല. അങ്ങനെ വിചാരണയ്ക്ക് വന്ന ദിവസങ്ങളില് ഇവരെ പോലീസ് ഓഫീസർമാരൊക്കെ അന്വേഷിച്ച ആളുകളും അന്വേഷണത്തിന്റെ ഓരോ ഘട്ടങ്ങളിൽ പ്രതിയെ ചോദ്യം ചെയ്ത കാര്യങ്ങളും. അതെങ്ങനെയാണ് പ്രതിയെ ചോദ്യം ചെയ്യലും അറസ്റ്റൊക്കെയുള്ള നടപടികൾ എങ്ങനെയാണ്? അത് ഓർമ്മയിൽ നിന്ന് അവർ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയിലുള്ളത്? പറഞ്ഞ കാര്യങ്ങൾ പ്രതിയെ ചോദ്യം ചെയ്തപ്പോൾ ഒരിക്കലും പ്രതിയെ സമ്മതിച്ചില്ല. പ്രതി നിഷേധിച്ചു, കുറ്റം നിഷേധിച്ചു. ഞാനല്ല ഇതിന് ഉത്തരവാദി എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ രക്ഷപ്പെടുമെന്നാണ് ജയിൽ വാർഡന്റെ ഉദാഹരണം. പക്ഷെ ഇത് ഇയാൾ തന്നെയാണെന്ന് അമ്മ ഉറപ്പിച്ചു പറയുന്നു. എങ്ങനെ പറഞ്ഞു മകള് മരണമൊഴിയായി മാറിയിട്ടുണ്ടാവും. മരിക്കുമെന്ന ധാരണയില്ല. മാത്രമല്ല ഇതിനകത്ത് ബലാത്സംഗം എന്ന കേസിൽ മറ്റൊന്നുമില്ലല്ലോ, മരണമൊഴി രേഖപ്പെടുത്താൻ പറ്റുന്ന കാര്യങ്ങൾ അന്നേ ഇല്ലല്ലോ. പിന്നെ മാത്രമല്ല ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് പോലീസിന്റെ ഒരു ഡയറക്ഷനിലോ കോടതി അറിഞ്ഞിട്ടോ കൊണ്ടുപോകുന്നതല്ലല്ലോ. മെഡിക്കൽ കോളേജിലൊക്കെ കൊണ്ടുപോകുന്നത് ഡോക്ടർ റെഫർ ചെയ്യുന്നു. വേറെ എവിടെയും പക്ഷെ മെഡിക്കൽ കോളേജിലെ രേഖകളെല്ലാം സീസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. ഉണ്ട്. ഈ ഡോക്ടർ നെഗ്ലിജൻസ് ആണ് കാരണമെന്ന്. ഒരേ സമയം തന്നെ ബലാത്സംഗം, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കുറ്റം, രണ്ടാമത് ഗർഭചിത്രം, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ അശാസ്ത്രീയമായ നെഗ്ലിജൻസ് ആണ്, മെഡിക്കൽ നെഗ്ലിജൻസ്. അത് കഴിഞ്ഞ് മൂന്നാമത് ഡെത്ത്. അപ്പൊ 3 കേസായി, 3 സംഭവങ്ങൾ അതിനകത്ത് വന്നു അല്ലേ? അപ്പൊ കോടതി എങ്ങനെയാ മൂന്നും ഘട്ടം ഘട്ടമായിട്ട് എങ്ങനെയാ കോടതിയുടെ പരിഗണനയിൽ വരുമ്പോ ഇത് 3ഉം ഒരുമിച്ചാണോ? ഈ 2 പ്രതികളും ഒരേ കേസിലാണോ കൂട്ടിലുള്ളത്? ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട കേസിലാണ് ഈ ഡോക്ടർ ശിക്ഷിക്കപ്പെട്ടത്. ജയിൽ വാർഡൻ. അപ്പൊ രണ്ട് കേസായിരുന്നു. തെളിവ് നശിപ്പിച്ച ഒരു വകുപ്പും കൂടെ അതിനകത്തുണ്ടായിരുന്നു. ഡോക്ടർ തെളിവ് നശിപ്പിക്കാനുള്ള ഭാഗമായിട്ടാണല്ലോ ഈ കുട്ടിയുടെ പ്രായത്തിൽ കൃത്രിമം കാണിച്ചത്. പ്രായം പൂർത്തിയായ കുട്ടിയാണെന്ന അതും കുട്ടിയുടെ സമ്മതപത്രം കൃത്യമാണെന്നാണ് ഒരു നിഗമനം പോലീസ് കണ്ടെത്തിയത്. ഈ 2 കേസും ഒരേ സമയം എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തത്, ഗർഭചിത്രം, മരണം, ഒരു ഭാഗത്തുണ്ട്. മറുഭാഗത്ത് ഗർഭചിത്രവും ഈ ഡോക്ടർക്കെതിരെയുള്ള ഓഫൻസ്. 2 പ്രതികളുണ്ടല്ലോ. രണ്ടും ഒരേ സമയത്താണോ വിചാരണ നടക്കുന്നത്? ഒറ്റ കേസായിട്ടാണ് അത് വരുന്നത്.
അപ്പൊ വകുപ്പുകൾ എല്ലാം ഒരുമിച്ച് വരുന്നുണ്ട്. ബലാത്സംഗം 376 വരുന്നുണ്ട്, 302 വരുന്നുണ്ട്, ഗർഭചിത്രം വരുന്നില്ല. ഈ ഡെത്ത് കോസ്റ്റ് ഡ്യൂ ടു നെഗ്ലിജൻസ് ചികിത്സയിലെ അപാകത മൂലം ഉണ്ടായ മരണത്തിനുള്ള കേസ്. അപ്പൊ 302 വരുന്നില്ല. ആ ഈ ജയിൽ വാർഡന്റെ ഒരു മൊഴി അല്ലെങ്കിൽ ജയിൽ വാർഡന്റെ ഒരിക്കലും ആ കേസ് ഒരു കാലത്തും സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ജയിൽ വാർഡനല്ല, ഈ ഗർഭത്തിന് ഉത്തരവാദി എന്ന നിലപാടായിരുന്നു. പക്ഷെ ഇയാൾ തന്നെയാണ് ആ നിയമത്തിലെത്താൻ കാരണം. ഈ കുട്ടി മറ്റൊരിടത്തും ജോലിക്ക് പോയിട്ടില്ല. ഈ സംഭവകാലങ്ങളിലും അതിനടുത്തൊരിടത്തും ഈ കുട്ടി മറ്റൊരിടത്തും പോയിട്ടില്ല. അയൽവാസികളാണോ ഇവര്? ദേശക്കാരാണോ? അല്ല, കുറച്ച് ദൂരമുണ്ട്. 4 കിലോമീറ്റർ ദൂരം. അപ്പൊ ഈ കുട്ടിയെ വീട്ടിൽ അമ്മ കൊണ്ടാക്കുമ്പോഴും അമ്മ പറയുന്നുണ്ട് അകത്തെ പണിയൊന്നും എടുക്കാൻ അറിയാത്ത കുട്ടിയാണ്. കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ ജയിൽ വാർഡന്റെ ഭാര്യയ്ക്ക് എന്തോ ജോലിയാണ്. ഭാര്യ ജോലിക്ക് പോകുമ്പോ വീട്ടിൽ ഈ ജയിൽ വാർഡന്റെ അച്ഛൻ മാത്രമേ ഉള്ളൂ. അപ്പൊ അവിടെ ഈ കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ട് കൊച്ചുകുട്ടിയെ കൊണ്ടുപോകുന്നത്, വീട്ടുപണിക്ക് വേണ്ടി കൊണ്ടുപോകുന്നതല്ല. ഓ, ജയിൽ വാർഡന്റെ മക്കളെ നോക്കാൻ ഭാര്യ ജോലിക്ക് പോവും, ജയിൽ വാർഡനും ഭാര്യയും ജോലിക്ക് പോവും, മക്കളെ നോക്കണം. പ്രായമായ അച്ഛനുണ്ട് വീട്ടില്. അപ്പൊ വീട്ടിലൊരാള് വേണം, അല്ല പണിയെടുക്കാനല്ല ശരിക്കും. അപ്പൊ അതുകൊണ്ട് ഈ കുട്ടി അവിടെ വീട്ടിൽ കൊണ്ടുപോയതും ഈ കുട്ടിയൊക്കെ ഒരു മകളെ കൂടെ നോക്കണമെന്നൊക്കെ അമ്മ പറഞ്ഞിട്ടുണ്ടായാലോ അവരുടെ ഈ വീട്ടിൽ. ഓ, മകളെ പോലെ നോക്കണമെന്ന് പറഞ്ഞ കുട്ടിയാണ് ഇവൻ പീഡിപ്പിച്ചത് ഈ ജയിൽ വാർഡൻ. അങ്ങനെ അമ്മ പറഞ്ഞിട്ടുണ്ട്. ഒരു മകളെ പോലെ നോക്കണമെന്ന് പറഞ്ഞാൽ കുട്ടിയെ കൊണ്ട് ഏൽപ്പിച്ചതാണ് ഈ കുട്ടിയാണ്. അമ്മയുടെ സങ്കടം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കോടതിയിൽ എങ്ങനെയാണ് മൊഴി കൊടുക്കുമ്പോൾ അമ്മയുടെ ഒരു അവസ്ഥ എന്താ? വളരെ ദുഃഖിതയാണ്. ഇപ്പോഴും ഞാൻ മാത്രമേ അതിനൊന്നും നമ്മളൊരു കേസ് പ്രോസിക്യൂഷൻ ആരെയും പഠിപ്പിച്ചു കൊടുക്കേണ്ട വന്നിട്ടുണ്ടായിരുന്നു. കാരണം അവർക്കത് കൃത്യമായി സംഭവങ്ങൾ നടന്നതും വീട്ടിൽ കൊണ്ടാക്കിയതും ഈ കുട്ടി ഈ വീട്ടിലേക്ക് വരുന്നതും കുട്ടിയെ വയറുവേദന ഉണ്ടെന്ന് പറയുന്നതും കുട്ടിയെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകുന്നതും ഗർഭിണിയാണെന്ന് ബോധ്യപ്പെടുന്നതും ഒക്കെ അമ്മ വളരെ കൃത്യമായി പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ വീട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ സംഭവത്തെ കുറിച്ച് എനിക്കൊന്നും അറിയില്ലെങ്കിൽ കൊണ്ടുപോകാൻ പറഞ്ഞ് അമ്മയോട് പറഞ്ഞു. ഓ, ഈ ജയിൽ വാർഡൻ അങ്ങനെയാണ് പ്രതികരിച്ചത്. മകളെ പോലെ നോക്കണം എന്ന് പറഞ്ഞ് കൊണ്ടുപോയി ആക്കുക. പോയിട്ട് എവിടെ ഗർഭിണിയായി എന്നുള്ള വീട്ടിലാണ്. പക്ഷെ ഒരിടത്തും ഈ കുട്ടി പോയിട്ടില്ല എന്ന് പിന്നെ അമ്മക്കും അറിയാം, മോക്കും അറിയാം, അവരെ വീട്ടുകാർക്കും അറിയാം. അവരുടെ ഭാര്യയുടെ സ്റ്റാൻഡ് എന്തായിരുന്നു തന്നെ ജയിൽ വാർഡൻ? നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ല. ഇല്ല. ജോലിയുള്ള അവരുടെ ചിത്രത്തിലില്ല. അന്വേഷണം ബന്ധപ്പെട്ട് അവരെ ചോദ്യം ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഏതായാലും പോലീസ് ഓഫീസർമാരും അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥന്മാരെ വളരെ കർശനമായ അന്വേഷണത്തെ കുറിച്ചൊക്കെ സാങ്കേതികമായ കാര്യങ്ങളാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ ഒരു സ്വഭാവം എങ്ങനെയായിരുന്നു? ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ എന്തായാലും ഈ മെഡിക്കൽ നെഗ്ലിജൻസ് ഉണ്ടായി എന്നുള്ളത് അന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മെഡിക്കൽ നെഗ്ലിജൻസ് ആണ് ഡോക്ടറുടെ അലിഗേഷൻ. ഈ ഡോക്ടർ, ഈ വനിതാ ഡോക്ടർ കോടതിയിലെ പ്രതിക്കൂട്ടിൽ നിൽക്കുമ്പോൾ അവരുടെ ഒരു സ്റ്റാൻഡ് എങ്ങനെയായിരുന്നു? അവർക്ക് വളരെ ബോൾഡായിരുന്നു. കുരുക്കോ ഓർക്കില്ല. നമ്മൾ സാധാരണ ഒരാൾക്ക് ഒരു ഉച്ചബോധം തോന്നുന്ന യാതൊരു പ്രതികരണവും അവരുടെ ഭാഗത്ത് ഞാൻ കണ്ടിട്ടില്ല. ഒരു സ്ത്രീയാണ്, അമ്മയാണ്, ഒക്കെ ഒരു ഡോക്ടറാണ് എന്നൊക്കെ പറയുമെങ്കിലും അങ്ങനെയൊന്നുമില്ല. ഇതൊന്നും എനിക്കൊരു വലിയ പ്രശ്നമല്ല എന്ന രീതിയിൽ അങ്ങനത്തെ ഒരു ഇതായിരുന്നു. ജയിൽവാർഡിന് പക്ഷേ കുറച്ച് ദുഃഖിതരായി ഞാൻ അയാൾക്ക് ഒരു പശ്ചാത്താപം കുറ്റബോധത്തെ തോന്നുന്ന ഒരു മുഖഭാവമായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ സ്ത്രീ ഭയങ്കര എന്താ പറയാ, ഒരു പ്രൗഡ് അങ്ങനെ ആയിരുന്നു. ഇവരെ കുറിച്ച് നാട്ടുകാർക്കും അഭിപ്രായമില്ല. എന്താ നാട്ടുകാരുടെ പൊതുവെയുള്ള ഇവരെ കുറിച്ച്? ഇവരെ ശിക്ഷിച്ചപ്പോ എല്ലാവർക്കും സന്തോഷമായിരുന്നു. ഇവരൊരു പരാക്രമയായിരുന്നു ഞാൻ കേട്ടിട്ടുണ്ട്. പണത്തോടുള്ള പരാക്രമം. ഇതാക്കിയിരുന്നു. ഈ ഗർഭചിത്രത്തിന് കിട്ടുന്ന ആളുകൾ കണ്ടവാൻ പിഴിയുന്ന ഒരാളായിരുന്നു. പണം വാങ്ങിയെടുക്കുന്ന ഒരാളായിരുന്നു. കോടതി എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് പരിഗണിച്ചത്? അമ്മയുടെ മൊഴി, ഈ സ്കൂൾ റെക്കോർഡ്, പിന്നെ ഹോസ്പിറ്റലിലെ അഡ്മിഷൻ റെക്കോർഡും ഒക്കെ കോടതി പരിശോധിച്ചു. ഈ കുട്ടി അവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഇവർ പ്രായം 18 വയസ്സിന് മുകളിൽ എന്തോ പ്രായം, 19 വയസ്സ്, അങ്ങനെ 21 വയസ്സാണ് കാണിച്ചത്. 16 വയസ്സുള്ള കുട്ടിക്ക് 21 വയസ്സായി രേഖയിൽ കാണിച്ചു. 5-6 വയസ്സ് കുട്ടി കാണിച്ചു. അപ്പൊ അതുകൊണ്ട് അഡ്മിഷൻ രജിസ്റ്ററിൽ ഒരു വയസ്സെടുക്കുന്നത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന വയസ്സും ഉണ്ട്. അതുകൊണ്ട് സാധാരണ അങ്ങനെ ഒരു റെക്കോർഡൊന്നും ഇവർ സൂക്ഷിക്കാറില്ലാത്തതാണ്. ഇതുകൊണ്ടോ
ഈ അഡ്മിഷൻ രജിസ്റ്ററിലേക്ക് കുട്ടിയുടെ പേരും വയസ്സും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തി. നെപ്പോറ്റിയത്തിന് ചെല്ലുന്നവരുടെ പേരും അഡ്രസ്സും ഒന്നും അതിനകത്ത് എഴുതി വെക്കാറില്ല. സാധാരണ അത് ഓഫ് ദ റെക്കോർഡിൽ ചെയ്തു നോക്കാണ്. ആ, ഇതങ്ങനെ ഉണ്ടായിരുന്നത് കൊണ്ട് കുറച്ചുകൂടി എളുപ്പമായി. ഈ വിചാരണ ഈ 1 മാസം നീണ്ടു എന്ന് പറഞ്ഞ ഈ അമ്മയാണല്ലോ പ്രധാന സാക്ഷി. പിന്നെ ഈ 1 മാസം വിസ്തരിക്കാൻ മറ്റ് സാക്ഷികളൊക്കെ എങ്ങനെയാണ്? കൂടാതെ ഇവരുടെ ഹോസ്പിറ്റലിലെ കുറെ പിന്നെ സ്റ്റാഫിനെ ചില ഹോസ്പിറ്റലിലെ സ്റ്റാഫിനെ പലരെ ഞാൻ ഒഴിവാക്കി. ഇവർക്ക് അനുകൂലമായ പറയുള്ളൂ എന്നൊരു ധാരണ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ കണ്ടേ കരുതാം. ആ ഹോസ്പിറ്റലിൽ വിട്ടുപോയ ചില സ്റ്റാഫ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു അന്ന് ഈ സാക്ഷി പറയാൻ. അപ്പൊ അവർക്ക് ഇവരെ ഞാൻ അവരോട് ചോദിക്കുമ്പോൾ മനസ്സിലാക്കിയ കാര്യം ഇത് അഡ്മിറ്റ് ചെയ്ത് പ്രായപൂർത്തിയായി എന്നാണ് അവരൊക്കെ പറയുന്നത്. പിന്നെ അവരിവിടെ അഡ്മിറ്റ് ചെയ്തു എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. പിന്നെ കുട്ടിക്ക് പ്രായപൂർത്തിയായിരുന്നോ കുട്ടിയുടെ കൺസെന്റ് ഉണ്ടോ എന്ന കാര്യത്തിൽ സംശയിക്കുന്നുണ്ട്. കുട്ടിയുടെ കൺസെന്റോടുകൂടിയാണ് ഈ ഗർഭചിത്രം നടത്തുന്നതാണ് ഡോക്ടറുടെ നിലപാട്. അല്ല, അങ്ങനെ ഈ ഗർഭചിത്രം കൺസെന്റോടുകൂടി അന്ന് നടത്താൻ പറ്റുമായിരുന്നു ആ കാലത്ത്? ചെയ്യാം. അന്ന് ഈ പോക്സോ ഉണ്ടായിരുന്നു. പോക്സോ ഇല്ല. പുറത്തു വരില്ല. അന്ന് സത്യത്തിൽ ഇത് നോർമൽ കേസ് മാത്രമാണ്. ഈ 16 വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന അന്നൊരു വലിയ ഒഫൻസ് അല്ല ഇന്നത്തെ പോലെ. ജീവിതത്തിൽ ഒരിക്കലും പുറത്തു വരില്ല. അപ്പൊ അന്ന് വെറും ബലാത്സംഗ കുറ്റം മാത്രമാണ്. 376 മാത്രമേ ഉള്ളൂ. ജയിൽ വാറിന്റെ പേര് 376 മാത്രമേ ഉള്ളൂ. ഈ ഡോക്ടറുടെ പേരിലാണ് ഈ മെഡിക്കൽ നെഗ്ലിജൻസ്. എനിക്കൊന്ന് കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു മെഡിക്കൽ നെഗ്ലിജൻസിന് ഡോക്ടറെ ശിക്ഷിച്ചത് ആദ്യമാണ് ഞാൻ പത്ര വാർത്തകളിലൊക്കെ ഞാൻ മനസ്സിലാക്കിയത്. വലിയ വാർത്താ പ്രാധാന്യം, വലിയ വാർത്തയായിരുന്നു. കേരളം മുഴുവൻ മെയിൻ സ്റ്റോറിയായി വന്നൊരു വാർത്തയാണ്. തലശ്ശേരി കോടതിയിൽ തന്നെയാണ് വിചാരണ പൂർത്തിയായത്. അത് ഫസ്റ്റ് ക്ലാസ്സിലാണോ ആദ്യം എത്തിയത് ആ കേസ്? ഫസ്റ്റ് ക്ലാസ്സിൽ വന്ന് കമ്മിറ്റ് ചെയ്തില്ലേ? കമ്മിറ്റ് ചെയ്താണ് വരുന്നത്. ഈ 1 മാസം ശരിക്ക് വിചാരണ നടന്നിട്ട് വിധി പറയാനൊക്കെ എത്ര ദിവസം എടുത്തു ശരിക്ക്? 15-20 ദിവസം എടുത്തു. പിന്നെയും എടുത്തു. ഈ അവർക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ എവിടെ നിന്നുള്ള ആളായിരുന്നു? പ്രഗത്ഭനായിട്ടുള്ള വളരെ പ്രഗത്ഭനായ ഒരു അഭിഭാഷകൻ. അദ്ദേഹം ഇപ്പൊ ജീവിച്ചിരിപ്പില്ല അല്ലെ? അദ്ദേഹമാണ് പ്രതിവാദം. അദ്ദേഹത്തിന്റെ മറ്റു നിലപാടുകൾ എന്തായിരുന്നു? പ്രായപൂർത്തിയായില്ല എന്ന് പറയുന്നതിന് അപ്പുറത്തേക്ക് നിങ്ങൾ തമ്മിലുള്ള വാഗ്വാദം ഉണ്ടല്ലോ. ഈ വിചാരണ പൂർത്തിയായതിനു ശേഷം ഈ വിചാരണയുടെ അടിസ്ഥാനത്തിൽ പ്രതിയെ ചോദിക്കും. പിന്നെ പ്രതിഭാഗത്തിന്റെ ഒരു കേസ് ഡിഫൻസിൽ അവർ ഉപയോഗിച്ചപ്പോൾ ഈ ജയിൽ വാർഡൻ വളരെ മാന്യനും സത്യസന്ധനുമായ ആളാണ്. അയാളുടെ വീട്ടിൽ ജോലിക്ക് നിന്നുള്ളത് ശരിയാണ്. പക്ഷെ അയാൾ ഒരിക്കലും ഈ പെൺകുട്ടിയെ ഉപദ്രവിച്ചിട്ടില്ല, നമുക്ക് പ്രയാസം ചെയ്തിട്ടില്ല എന്നുള്ളതായിരുന്നു അവരുടെ പ്രതിഭാഗത്തിന്റെ നിലപാട്. മറ്റാരുമാണ്, മറ്റെവിടെ വെച്ച് നടന്ന സംഭവമാണ്. ഈ വീട്ടിൽ വെച്ചു അങ്ങനെ സംഭവം നടന്നിട്ടില്ല എന്നാണ്. വീടിന്റെ അറ്റത്ത് എന്നാണ് ഈ കുട്ടി പിന്നെ അമ്മയോട് പറഞ്ഞു. വീടിന്റെ അറ്റത്ത് വെച്ചാണ്, മുകളിലത്തെ നിലയിൽ എന്നാണ്. വീടിന്റെ അറ്റത്ത് എന്ന് പറഞ്ഞാൽ വീടിന്റെ മുകളിൽ. വീടിന്റെ മുകൾ ഭാഗം അടിച്ചു വാരാനുണ്ട്, വൃത്തിയാക്കാനുണ്ടെന്ന് പറഞ്ഞ് കുട്ടിയെ വിളിച്ച് വീടിന്റെ മുകളിലേക്ക് കൊണ്ടുപോയി. ഈ മുകളിലത്തെ നിലയിൽ വെച്ച് കുട്ടിയെ, ചെറിയ പെൺകുട്ടി, ജയിൽവാറിനൊരു സ്റ്റൗട്ടായ ഒരു മനുഷ്യനാണ്, കാഴ്ചക്ക് കാത്തുന്നായ ഒരു മനുഷ്യനാണ്. ആ കുട്ടിയെ ബലാത്സംഗം ചെയ്യുന്ന വലിയ പ്രയാസമൊന്നും സ്വാഭാവികം ഉണ്ടാകാനില്ല. അപ്പൊ ആ സമയത്ത് ഇയാളുടെ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി, ഭാര്യ ജോലിക്ക് പോയി, അച്ഛൻ മാത്രം വീട്ടിലുണ്ടെന്ന് പറയുന്നു. അച്ഛൻ പ്രായമായ ഒരു മനുഷ്യനെ ഇതൊന്നും ശ്രദ്ധിക്കണമെന്നില്ല, ഇല്ലെങ്കിൽ അറിഞ്ഞിരിക്കണമെന്നില്ല. അങ്ങനെ സംഭവം നടക്കുന്നു. കുട്ടിയെ അട്ടം വൃത്തിയാക്കാൻ കൂട്ടിക്കൊണ്ടുപോകുന്നു, വൃത്തിയാക്കാൻ പറയുന്നു. എന്നിട്ട് ഇയാൾ പോകുന്നു, ഇയാൾ ഈ കുട്ടിയെ പീഡിപ്പിക്കുന്നു. ഈ പ്രതികളെ നമ്മൾ വിചാരണ പൂർത്തിയായി കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഒരു പ്രതികളെ ചോദ്യം ചെയ്യുന്ന ഒരു ഘട്ടമുണ്ടല്ലോ കോടതി. ആ ഘട്ടത്തിലേക്ക് ഇയാളുടെ നിലപാട് എന്തായിരുന്നു? കോടതിയിലെ ആ സമയത്ത് ഈ ഡോക്ടറെ ഞാൻ പറഞ്ഞില്ലേ, ഡോക്ടർക്ക് ഒന്നും കൂസലില്ല. പക്ഷെ മറ്റേ ജയിൽ വാർഡിന് അതിനകത്തൊരു വല്ല സങ്കടവും വിഷമവും ഉണ്ടായിരുന്നു. ഇതൊക്കെ നിസ്സാരമാണ്. ഡോക്ടർ ഒരിക്കലും ഡോക്ടർ അയാളെ ഡ്യൂട്ടി നിർവഹിച്ചു എന്നല്ലാതെ മറ്റൊന്നും നടത്തിയിട്ടില്ല എന്നുള്ള നിലപാടിലായിരുന്നു ഡോക്ടർ. സ്റ്റാൻഡേർഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഡോക്ടർക്ക് ഭയമില്ല. ഒരു പിന്നെ
ഡോക്ടർക്ക് എങ്ങനെ ഒരു ശിക്ഷ കിട്ടുമെന്ന ഒരു പ്രതീക്ഷ ഡോക്ടർക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ചരിത്രമില്ലല്ലോ, ഡോക്ടേഴ്സിനെ ശിക്ഷിച്ച ചരിത്രം. ഡോക്ടർക്ക് എന്തെങ്കിലും ഒരു ലീനൻസി ഉണ്ടാവുന്ന ഒരു ധാരണ ഡോക്ടർക്ക് ഉണ്ടായിരുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഡോക്ടർ ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഒരു പേഷ്യൻ്റ് എന്ന നിലയിൽ വന്നു, അത് പ്രായപൂർത്തിയായ കുട്ടി അവരുടെ സമ്മതത്തോട് ചെയ്ത് അമ്മയുടെ സമ്മതമുണ്ട്, പിന്നെ എൻ്റെ ഭാഗത്ത് എവിടെയാണ് കുഴപ്പം എന്നായിരുന്നു അവരുടെ നിലപാട്. പക്ഷേ ഈ കുട്ടി പ്രായപൂർത്തിയായിട്ടില്ല, കുട്ടിയുടെ സമ്മതമില്ല, അമ്മയുടെ സമ്മതവും കൃത്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് ആളെ കാഴ്ചയിൽ തന്നെ സംസാരിക്കുമ്പോൾ തന്നെ ഒരു കുട്ടിയുടെ പ്രായമെല്ലാം മനസ്സിലാക്കാൻ സ്വാഭാവികമായിട്ട് സാധിക്കുന്നതാണ്. ഈ മെഡിക്കൽ കോളേജിൽ നിന്ന് ഈ കുട്ടി മരിക്കും, അത് പോസ്റ്റ്മോർട്ടത്തിന് പോകുന്നത് എന്തുകൊണ്ടായിരിക്കും അന്ന്? അത് ഇവർക്ക് ഈ കുട്ടി പിന്നെ ബലാത്സംഗത്തിന് വിധേയമായെന്നും കുട്ടി മരണപ്പെട്ടു എന്ന് വന്നപ്പോ പോലീസിൽ ഒരു പരാതി ഇൻഫോം ചെയ്യേണ്ടതാണ് എന്ന് തോന്നിയതുകൊണ്ട് അന്ന് അങ്ങനെ പോയത്. എനിക്ക് തോന്നുന്നത് ഒരു നാട്ടുകാരുടെ ആശങ്ക ഉണ്ടാക്കുകയോ അവര് പോലീസ് ഹോസ്പിറ്റലിൽ അടച്ചുപൂട്ടാൻ പ്രക്ഷോഭം നടക്കും, അങ്ങനെ എന്തൊക്കെയോ ഒരു സംഭവങ്ങൾ ആ കാലത്ത് നടന്നതായിട്ട് എന്റെ ഓർമ്മയിലുണ്ട്. ഈ മരണം എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കണമെന്നത് കൊണ്ടാണ് പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന് നാട്ടുകാരും വീട്ടുകാർക്ക് ആവശ്യപ്പെട്ടത്. ഈ അന്നത്തെ ഈ പോലീസ് ഉദ്യോഗസ്ഥർ സാക്ഷികളിൽ ആരെങ്കിലും ഹോസ്റ്റൈലായിട്ടുണ്ടോ? അതിനകത്ത് കൂറുമാറാനുള്ള സാക്ഷികളെന്ന് നമ്മൾ അങ്ങനെ കൂറുമാറുമെന്ന് വിചാരിക്കാവുന്ന ഒരു സാക്ഷിയെ നമ്മൾ വിസ്തരിച്ചിട്ടുണ്ട്. സാക്ഷികൾ ഉണ്ടായിരുന്നു, അങ്ങനെ ഉണ്ടായിരുന്നിരിക്കാം. കാരണം ഇവരെ സംസ്കാര ഹോസ്പിറ്റൽ സ്റ്റാഫ് ഉണ്ടായിരുന്നു അതിനകത്ത് സാക്ഷി, അവരെ നമ്മൾ വിസ്തരിച്ചിട്ടുണ്ട്. അവരെ വിസ്തരിച്ചാൽ അവർ ഡോക്ടർക്ക് അനുകൂലമായി പറയുമ്പോൾ കൂറുമാറും. നമ്മൾ ഒരുപാട് സാക്ഷികളെ വിസ്തരിച്ചിട്ടും ആവശ്യമില്ല. ഈ കേസിന് ആവശ്യമായ തെളിവ് ഇതിന്റെ ഡോക്യുമെന്റ്സ് ഉള്ളതുകൊണ്ട് ഒന്ന്, ഈ കുട്ടി ഗർഭിണിയായിരുന്നു എന്ന കാര്യത്തിൽ ഒരു ഡിസ്കഷനില്ല. രണ്ടാമത്തത്, ഈ കുട്ടിയെ ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അത് ഗർഭചിത്രത്തിനെ കൊണ്ടുപോയി എന്ന കാര്യത്തിലും തർക്കമില്ല. ഗർഭചിത്രം നടത്തിയത് ഈ ഡോക്ടറാണെന്നതിലും തർക്കമില്ല. ഡോക്ടർ നടത്തി എന്ന് ഡോക്ടർ സമ്മതിക്കുന്നുണ്ട്, ഹോസ്പിറ്റൽ രേഖകളിൽ അത് വ്യക്തമാകുന്നുണ്ട്. പിന്നെ ഇതിൽ പ്രധാനമായി വരുന്ന ഒരു കാര്യം, ഈ കുട്ടി പ്രായപൂർത്തിയായിരുന്നോ ഇല്ലയോ എന്നതാണ് അതിനകത്ത് പ്രധാനപ്പെട്ടത്. അത് നമ്മൾ തെളിയിച്ചു. ഈ ജയിൽ വാർഡന്റെ കാര്യത്തിൽ ഈ അമ്മയുടെ മൊഴി മാത്രമല്ലേ ഉള്ളൂ, വേറെന്താണ് കോൺക്രീറ്റ് ആയിട്ടുള്ള എവിഡൻസ് അതിനകത്തുണ്ട്? കാരണം അമ്മയോട് മകള് പറയുന്നുണ്ട് ഇയാളാണ് ചെയ്തത്. അതിനപ്പുറത്തേക്ക് പോവാൻ നിങ്ങൾ വാദിച്ച കാര്യങ്ങൾ എന്താണ്? ഈ കുട്ടി ഈ വീട്ടിൽ നിന്നല്ലാതെ മറ്റൊരിടത്ത് ജോലിക്ക് പോയിട്ടില്ല, ജയിൽ വാർഡിന് വീട്ടിൽ കൊണ്ടാക്കി. അതിൽ നിന്ന് ഈ കുട്ടി ഗർഭിണിയായതിനു ശേഷമാണ് ഇവിടേക്ക് വരുന്നത്. വീട്ടിൽ വരുമ്പോഴാണല്ലോ അമ്മ ഈ കുട്ടിക്ക് എന്തോ അസ്വസ്ഥത തോന്നി, എന്തോ അസുഖം ഉണ്ട്, വയറുവേദന എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ എന്നാ പിന്നെ പോയി ആശുപത്രിയിൽ പോയി ഡോക്ടറെ കാണാൻ പറഞ്ഞ് വിട്ടത് കൊണ്ടാണ് ഈ കുട്ടി ഗർഭിണിയാണെന്ന് വരുന്നുണ്ടോ ഈ ജയിൽ വാർഡിന് അതും വന്ന ബോധ്യമില്ല. ജയിൽ വാർഡിനും അറിയില്ല, അമ്മക്കും അറിയില്ല. കുട്ടിക്ക് വയറുവേദനയാണ് വരുന്നത്. എടുത്ത് കൊണ്ടുപോകുമ്പോഴാണ് കുട്ടിക്ക് വയറുവേദന ഡോക്ടറെ പരിശോധിച്ച് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് കുട്ടിക്ക്. ഇവരാദ്യം വിചാരിച്ച എനിക്ക് തോന്നുന്നു വല്ല യൂറിൻ ഇൻഫെക്ഷനോ അങ്ങനെ എന്തൊക്കെ ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ അതിനല്ലാണ്ട് കുട്ടി ഗർഭിണിയാണെന്ന് മനസ്സിലാണ്. അപ്പോഴാണ് അമ്മ ഇവരുടെ വീട്ടിൽ പോവുകയും ഇവരോട് അന്വേഷിക്കുകയും ചെയ്ത് പറഞ്ഞത് വേറെ എവിടെ നിന്നില്ലായിരിക്കും, ഇവിടെ നിന്ന് അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല എന്ന് പറയുന്നത് ഈ ജയിൽ വാർഡൻ പറയുന്നു. ജയിൽ വാർഡിന്റെ വീട്ടിൽ പറഞ്ഞു ഞാൻ എനിക്ക് ഇതുമായി ബന്ധമൊന്നുമില്ല, ഞാനും ചെയ്തിട്ടില്ല. പക്ഷെ അമ്മയോട് കുട്ടിക്ക് നടന്ന സംഭവമൊക്കെ വിവരിച്ച് പറഞ്ഞിട്ടുള്ള ശേഷം അപ്പൊ ഈ അമ്മയുടെ മൊഴി തന്നെയാണ് കോടതി അതിനകത്ത്. അമ്മയുടെ മൊഴി കോടതിയെ സംബന്ധിച്ചിടത്തോളം ആ മൊഴി അവിശ്വസിക്കേണ്ട കാര്യമില്ല. അമ്മയ്ക്ക് ജയിൽ വാർഡിന് ശത്രുതയൊന്നുമില്ല. ഇല്ല, കുട്ടി ഗർഭിണിയായി എന്നുള്ളൊരു യാഥാർത്ഥ്യമല്ല. അത് വേറൊരു അമ്മ കൊണ്ടാക്കിയിട്ടില്ല. ഈ കുട്ടി അങ്ങനെ പലർക്കും പോകാൻ പറ്റുന്ന പ്രായമുള്ള കുട്ടിയല്ലോ. വീട്ടിൽ നിന്ന് തനിച്ചെവിടെയെങ്കിലും ഇറങ്ങി പോകാൻ പറ്റുന്ന കുട്ടിയല്ലേ. 15 വയസ്സ് 16 വയസ്സ് എത്താത്ത ഒരു കുട്ടി, അല്ലെങ്കിൽ 16 വയസ്സ് താഴെ ഒരു കുട്ടി വീട്ടിൽ കൊണ്ടാക്കിയാൽ സ്വന്തം ഇഷ്ടത്തിനോടത്തും പോകാവുന്ന ഒരു പ്രായമല്ലല്ലോ കുട്ടി. പ്രായപൂർത്തിയായ ഒരു കുട്ടിയാണെങ്കിൽ അങ്ങനെ കരുതാം. മറ്റെവിടെയെങ്കിലും ഒരിടത്തും പോയി എന്ന് അവർക്കും ഇല്ല കേസില്ല. ഇവരോട് ചോദിക്കാതെ ഈ കുട്ടി ഈ വീട് വിട്ട് പോയി എന്ന് അവരോടൊക്കെ ഒരു കേസില്ല. ജയിൽ വാർഡിന് അങ്ങനെ ഒരു കേസില്ല. അവർ വീട്ടിൽ തന്നെ ആയിരുന്നു. വീട്ടിൽ നിന്ന് ഇവളെ അമ്മ കൊണ്ടേ ആക്കിയിട്ട് ആ വീട്ടിൽ തന്നെ ഉണ്ട്. ആ വീട്ടിൽ നിന്ന് വേറെ എവിടെയും പോയി കാണാതെ അടുത്ത വീട്ടിൽ പോലും പോകാത്തൊരു കുട്ടി. ഇതിന് മാത്രമല്ല ഇതൊരു എനിക്ക് തോന്നുന്നത് അതൊരു ഒറ്റപ്പെട്ട സ്ഥലത്തുള്ള ഒരു വലിയ വീടാണ്. ആ വീട്ടിന്റെ ചുറ്റുവട്ടത്തും റോഡിനടുത്തൊന്നും വീടില്ല. അതുകൊണ്ട് തന്നെ ഒരു വീട്ടിൽ അടുത്തുള്ള ഒരു അയൽവക്കത്തിൽ പോകാനോ അയൽവക്കത്തുള്ള ആരെങ്കിലും ഈ വീട്ടിൽ വരാനുള്ള സാഹചര്യങ്ങളൊരു വീടില്ല. അങ്ങനെ ഒരു അവസ്ഥ കൂടി ഉണ്ട്. വളരെ ക്ലീൻ ആയിട്ട് സാഹചര്യങ്ങൾ ഒത്തുവന്നു ശരിക്കും ഈ തെളിവില്. കോടതി അന്ന് വിധി പറയുമ്പോ 1-2 തവണ മാറ്റി വെച്ചിട്ടുണ്ടാവില്ലേ വിധി പറയാൻ വേണ്ടിട്ട്? ഒരു പ്രാവശ്യം. ആ വിധി പറയുമ്പോൾ ഉള്ള ഒരവസ്ഥ എന്തായിരുന്നു ഇവരുടെ പ്രതികളുടെ? വിധി പറഞ്ഞു കഴിഞ്ഞപ്പോ ഇവര് രണ്ടുപേരും ഡോക്ടറെ എപ്പോഴാണ് ഞാൻ ആ ഡോക്ടറുടെ മുഖത്തൊരു പരിഭ്രമവും എത്രയാണ് 14 വർഷം? പല
വകുപ്പുകളാണ്. 14 വർഷത്തെ ശിക്ഷയാണ് കൊടുത്തതെന്നാണ് എന്റെ ഓർമ്മ. അത് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. എന്നാൽ കൺകറന്റ് ആവുമ്പോൾ ശിക്ഷ 7 വർഷത്തോളം വരും. അപ്പൊ അപ്പോഴാണ് അവർ അന്തം വിട്ടു പോകുന്നത്. അല്ല, ശിക്ഷയെ കുറിച്ച് അല്ല, ഇവര് കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ട് ശിക്ഷയെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ എന്നുള്ള കോടതിയുടെ ചോദ്യത്തോട് പ്രതികരണം പറഞ്ഞ എനിക്കറിയില്ല, എന്റെ മനസ്സറിവില്ല. കുറ്റക്കാരനുള്ള പ്രായപൂർത്തിയായ കുട്ടിയാണ്. അല്ല, ശിക്ഷയെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞു. അപ്പൊ കോടതി ശിക്ഷ വിധിച്ചപ്പോ ഇവര് ശിക്ഷ വിധിച്ചപ്പോഴാണ് ഇവർക്ക് ഒരു അടി കിട്ടിയ പോലെ അവർക്ക് പ്രതിഫലം ഞാൻ മുഖത്ത് ശ്രദ്ധിക്കുമ്പോഴേ. അങ്ങനെ ആദ്യമായിട്ട് അന്നേരം തന്നെ കേസ് സസ്പെൻഡ് ചെയ്തിട്ട് പുറത്തേക്ക് പോകാൻ പറ്റില്ലല്ലോ, 7 വർഷത്തിൽ കൂടുതലായതുകൊണ്ട്. നേരെ ജയിലിലേക്ക് കൊണ്ടുപോയത് ഒരു ഡോക്ടറെ, അതും ഒരു വനിതാ ഡോക്ടറെ. വലിയ വാർത്താ പ്രാധാന്യം നേടിയ കേസായിരുന്നു. എല്ലാ പത്രങ്ങളിലും, ഫ്രണ്ട് പേജിൽ ന്യൂസ് ഉണ്ടായിരുന്നു. കേരളം മുഴുവൻ അന്ന് വലിയ രീതിയിൽ ആ വാർത്ത വന്നിരുന്നു. കേരളത്തിൽ ആദ്യമായി എല്ലാ പത്രങ്ങളിലും എല്ലാ എഡിഷനിലും വാർത്ത വന്നു. ഓൾ കേരള വാർത്ത വന്നിട്ടുണ്ട്. ഞാനത് റിപ്പോർട്ട് ചെയ്ത ഒരാളാണ്, എനിക്ക് ഓർമ്മയുണ്ട്. ആ വിചാരണ നാളുകളൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് നിങ്ങളുടെ ആ കുട്ടിയുടെ കുടുംബം നിങ്ങളോട് എങ്ങനെയാണ് പ്രതികരിച്ചത്? വേണമെങ്കിൽ ഇത്രയും സ്വാധീനമുള്ള ആളാണല്ലോ, പ്രോസിക്യൂഷനൊക്കെ സ്വാധീനിക്കാമല്ലോ. വിധി പറയുന്ന ദിവസം ബന്ധുക്കളാരെയും അമ്മയൊന്നുമായില്ല. അവരുടെ സന്തോഷത്തിലായിരുന്നു. നാട്ടുകാർ മൊത്തത്തിൽ വലിയ സന്തോഷം. എന്താണ് നിങ്ങളോടുള്ള പ്രതികരണം? എങ്ങനെയായിരുന്നു അന്ന്? പബ്ലിക് ഒരു നന്ദിയൊക്കെ പറഞ്ഞു, നന്നായി കേസ് നടത്തി എന്നൊക്കെയാണ് മറ്റെന്ന് പറഞ്ഞ ആളുകൾ ആരൊക്കെയോ പറഞ്ഞു. എല്ലാവരും പരിചയമുള്ള ആളുകളല്ല. നിങ്ങൾക്ക് എന്ത് തോന്നി? ഒരു നിരാലംബ എനിക്ക് വല്ല അഭിമാനം തോന്നിയ സംഭവം. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട്? ഒന്ന്, ഈ സ്ത്രീയെ കുറിച്ച് പലപ്പോഴും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ കേസിന്റെ കാലത്ത് ഇവര് വളരെ റൂഡായി എല്ലാവരും പെരുമാറുന്ന ആളാണെന്നും ഗർഭത്തിന് ഒരുപാട് പണം വാങ്ങുന്ന ആളാണെന്നും ഒക്കെ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മനസ്സിൽ അവരോട് എനിക്കൊരു, പിന്നെ ഈ ചെറിയ മോളോടുള്ള ഒരു സിമ്പതി. ഒരു ദരിദ്ര കുടുംബത്തിലെ ഒരു കുട്ടി ഒരു വീട്ടുവേലക്ക് പോകുന്നു, മകളെ പോലെ നോക്കണം എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുന്നു, അവൻ പീഡിപ്പിക്കുന്നു, അല്ലേ? എന്തായാലും പ്രേക്ഷകരെ ഒന്ന് ആലോചിക്കേണ്ടത്, ഈ ദൈവത്തിന്റെ കയ്യൊപ്പ് എവിടെയെങ്കിലും പതിയും. ഒന്ന് ആലോചിക്കണം. ദാരിദ്ര്യം കൊണ്ടാണ് ആ കുട്ടിയെ, ആ അമ്മ, അതും ജയിൽ വാർഡൻ, വലിയ സമ്പന്നനാണ് അയാളുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട്, നിങ്ങൾ ഇതെന്റെ കൊച്ചു മോളാണ്, ഇവളെ നിങ്ങൾ മകളെപ്പോലെ നോക്കണം, ഇവൾക്ക് ജോലിയൊന്നും ചെയ്യാൻ അറിയില്ല, നിങ്ങളെ കുട്ടികളെ നോക്കാനായിട്ടുള്ള നിങ്ങളെ മകളെപ്പോലെ നോക്കണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ച ആ ചെറിയ മോളെ, 15-16 വയസ്സുള്ള മകളെ വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് ബലാത്സംഗം ചെയ്യുക, എന്നിട്ട് ആ കുട്ടിയെ ഗർഭചിത്രത്തിന് വിധേയമാക്കുക, ചികിത്സാ പിഴവ് സംഭവിക്കുക, ഒടുവ് ഈ സുന്ദരമായ ലോകത്ത് നിന്ന് ആ മോൾക്ക് പോകേണ്ടി വരിക. പക്ഷെ കോടതി വളരെ കൃത്യമായി ആ പ്രതികൾക്ക് ശിക്ഷ കൊടുത്തു. അങ്ങനെ ഒരു ശിക്ഷ കൊടുക്കാനുള്ള ഗ്രൗണ്ട് വർക്ക് ഒരു പ്രോസിക്യൂഷൻ കൃത്യമായി നടത്തിയാലേ ആ ശിക്ഷ കിട്ടൂ. അതിനകത്ത് പ്രോസിക്യൂഷനും ആ കുട്ടിക്ക് പ്രായപൂർത്തിയായില്ല എന്ന് കണ്ടെത്തിയ ഒരു ഡിവൈഎസ്പി ഉണ്ട്. അതൊരു വലിയ കാര്യമാണ്. കാരണം പ്രായപൂർത്തിയാകുമ്പോൾ കേസിന്റെ മെറിറ്റ് മാറും. അങ്ങനെ കൃത്യമായി ശിക്ഷ വാങ്ങിച്ചു കൊടുത്ത് പ്രകൃതി കൃത്യമായ നിയമം നടപ്പിലാക്കി. അതുകൊണ്ടാണ് ആ രണ്ടുപേരും കേരളത്തിൽ ആദ്യമായി ഒരു വനിതാ ഡോക്ടർ ശിക്ഷിക്കപ്പെടുന്നത്. അവരെക്കുറിച്ച് നാട്ടുകാർക്ക് മുഴുവൻ ഒറ്റ സ്വരത്തിൽ ഒരേ അഭിപ്രായം ഉണ്ടായിരുന്നുള്ളൂ: അവരൊരു ഭീകര ജീവിയാണ്, പണത്തിന് വേണ്ടി അവരെന്തു ചെയ്യും, പണമാണ് അവരുടെ ലക്ഷ്യം എന്ന് നാട്ടുകാർക്ക് തോന്നിയിരുന്നു. കോടതി കൃത്യമായ ശിക്ഷയും കൊടുത്തു. പ്രേക്ഷകർക്ക് മുന്നിൽ ഈ അനുഭവങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. പ്രേക്ഷകർക്കും ഒപ്പം പി വി ജോസിനും നന്ദി, നമസ്കാരം.